ജെബുസൈറ്റ് ആൻഡ് പെരിസൈറ്റ് സ്പിരിറ്റ്. യെബൂസ്യന്മാരും പെരിസ്യരുടെയും ആത്മാവിനെ വെട്ടിമാറ്റി ദൈവത്തിൻ്റെ ആത്മാവിൽ തലമുറകൾക്ക് വിടുതൽ കൊടുക്കുന്ന ദിവസമാണിന്ന്. ഓരോ സ്പിരിറ്റ് വരുമ്പോഴും നമ്മൾ കേൾക്കും പറയും, ഇതാണ് എൻ്റെ ഭവനത്തിലെ പ്രശ്നം. അതിന് പറ്റിയായിട്ടുള്ള വചനം അതെടുത്ത് കർത്താവ്, ഈ സ്പിരിറ്റ് എൻ്റെ തലമുറകളെ അവധിക്കുന്നതിന് അഴിച്ചു മാറ്റണം നമ്മൾ പറയുമ്പോൾ അത് അറിഞ്ഞു പോകാതിരിക്കാനൊക്കത്തില്ല. കാരണം ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഔട്ട് ആകണമല്ലോ. അങ്ങനെയാണല്ലോ ദൈവവചനം. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി. കള്ളൻ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ കള്ളനടിയോ, വെളിച്ചത്ത് കൊണ്ടുവന്ന് അവൻ ഇരിക്കാനൊക്കത്തില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇരുട്ടത്തിരിക്കുന്ന രഹസ്യങ്ങളെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ തലമുറകളുടെ മേലുള്ള ഈ ദുഷ്ട സ്പിരിറ്റുകൾ, തലമുറകളായിട്ട് കടന്നു വന്നിരിക്കുന്ന അന്ധകാര ശക്തി, അതായത് ഈ ലോകം ഉണ്ടാക്കിയപ്പം തൊട്ടുള്ള സ്പിരിറ്റുകളാണിത് കളിക്കുന്നത്. അത് നമ്മളെ ഇട്ടുകൊണ്ട് വലയ്ക്കുകയാണ്. അതെന്ന് അഴിഞ്ഞു പോകാൻ സമയമായിരിക്കുന്നു. അപ്പോൾ ഈ ജെബുസൈറ്റ് സ്പിരിറ്റ് എന്ന് പറയുന്നത്, they are a Canaanite tribe who inhabited Jerusalem, to known as Jebus, before the Israelites arrived. അതായത് ഈ ജെബൂസൈറ്റ് എന്ന് പറയുന്നവർ ഒരു കനാന്യ കൂട്ടരാണ്. കനാന്യരെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ അവർ ബിസിനസ് പീപ്പിളാണ്. ഇവരെല്ലാം ഇമ്മോറലാണ്. അതാണ് വേറൊരു കാര്യം. ഇമ്മൊറാലിറ്റി ഈസ്, അതായത് സത്യദൈവം ഇല്ല എങ്കിൽ ഇമ്മൊറാലിറ്റി കടന്നു വരും. വിശുദ്ധി ഇല്ലാത്തടത്ത് എന്തും കാണിക്കാൻ മനുഷ്യൻ മടുക്കത്തില്ല. അതുകൊണ്ടാണ് ഏകസത്യ ദൈവത്തെ തന്നെ വിളിക്കണമെന്ന് പറയുന്നത്. ഒരു ദൈവത്തെയാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയം ഏകാഗ്രത്തിലോട്ട് കയറും. അതല്ല പൊളിത്തീസമാണെങ്കിൽ പല ദൈവങ്ങളുണ്ട്, ഇവിടുന്ന് മാറി അങ്ങോട്ട് മാറാം, മനസ്സിലായോ? അത് നമുക്കൊക്കത്തില്ല. നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നത്, ഈ ജെബുസൈറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലിൽ, അതായത് യെറുശലേമിലാണ് ഇവരുണ്ടായിരുന്നത്. എന്നാൽ ഈ ഇസ്രായേലിന് ജോഷുവ വന്നപ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റി ജയമെടുത്തു. എന്നാലും അവിടെ കുറേ പേരുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവർ ജെബുസൈറ്റ്സ് എന്ന് പറയുന്നവർ ദാവീദിന് പൊട്ടക്കണ്ണൻ പോലും ഞങ്ങളുടെ പൊട്ടക്കണ്ണനും മുടന്തുള്ളവന് പോലും വിചാരിച്ചാലും ഈ ദാവീദിനെതിരായിട്ട് യുദ്ധം ചെയ്യാമെന്ന് ഇവർ അഹങ്കാരം വിളിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് വേദപുസ്തകത്തിൽ. അത് കേൾക്കുമ്പോൾ ദാവീദിനങ്ങോട്ട് ദാവീദിന് നല്ല തീഷ്ണതയാണ്. ദാവീദിന് നല്ല തീഷ്ണത വന്നിട്ട് ഇവനുമാരെ ഇന്ന് നശിപ്പിച്ചിട്ടേ ഉള്ളെന്നും പറഞ്ഞ് ദാവീദും കൂട്ടരും അവരുടെ കനാലുണ്ടായിരുന്നു, അതായത് അഴുക്ക് വെള്ളങ്ങൾ ഒഴുകിപ്പോകുന്ന ആ പൈപ്പിൽ കൂടെ കയറി ആ ജെബുസൈറ്റിനെ മുഴുവൻ ഉന്മൂലനാശം ചെയ്തു. ദാവീദിൻ്റെ കാലത്ത് അത് ചെയ്തത്. അത് ദാവീദിൻ്റെ വാശി. ഒരു ആത്മീകമായ ഒരു ഉണർവ് നമുക്ക് വരുന്നത് വചനം കേൾക്കുമ്പോഴാണ്. ദാവീദിനെ വെല്ലുവിളിച്ചപ്പം ഞങ്ങളുടെ പൊട്ടക്കണ്ണന്മാർ വിചാരിച്ചാലും അല്ലെ അവിടെ മുടന്തുള്ളവർ വിചാരിച്ചാലും നിങ്ങൾക്കെതിരായിട്ട് യുദ്ധം ജയിക്കുമെന്ന് ജെബുസൈറ്റ് അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞു. ഈ വിവരം അറിഞ്ഞിട്ട് ദാവീദ് തൻ്റെ സൈന്യവുമായിട്ട് ചെന്നിട്ട് രഹസ്യത്തിൽ ചെന്ന് അവരെ മുഴുവൻ ഉന്മൂലനാശമാക്കി തീർത്തു. അങ്ങനെയാണ് ഇസ്രായേൽ അല്ലെങ്കിൽ യെറുശലേം ദാവീദിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മെയിൻ, അതായത് സെൻട്രൽ ക്യാപിറ്റലാക്കി മാറ്റുന്നു. King David conquered Jerusalem, Jebus എന്നാണ് പറയുന്നത്, and made it the capital of his kingdom. The temple site, the site for temple was actually purchased from Aranok, a Jebusite according to Bible. അതായത് സോളമൻ പണിതതായ ടെമ്പിൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയം ഒരു ജബൂസിൻ്റെ അല്ലെങ്കിൽ ജബുസൈറ്റിൻ്റെ ജബൂസിൻ്റെ നിന്ന് വാങ്ങിച്ചതാണ്. ആ സ്ഥലത്താണ് ആലയം പണിതത്. അപ്പോൾ നേരത്തെ ഒന്നും ദൈവമക്കളുടേതല്ല എങ്കിലും ദൈവത്തിന് ദുഷ്ടൻ്റെ ദുഷ്ടപ്രവണത ദൈവത്തിന് വിപരീതമായിട്ടുള്ളത് വേദപുസ്തകത്തിലുണ്ട്. അതായത് ദുഷ്ടൻ ചെയ്യുന്ന ദുഷ്ടത സ്വർഗത്തിൽ അറിയുന്ന ഒരു സമയമുണ്ട്. അതുവരെ ദൈവം അനങ്ങാതിരിക്കും, മിണ്ടാതിരിക്കും. പക്ഷെ എപ്പോൾ ഇത് ഒരു ലെവൽ കഴിയുമ്പോൾ ദൈവം ഇറങ്ങി വരും. അന്നേരം ദൈവം ഒരു മോശ ഇറക്കും. അന്നേരം ദൈവം ഒരു ദാവീദിനെ കൊണ്ടുവരും. അപ്പോൾ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ്, ദ വേർഡ് ജെബുസൈറ്റ് മീൻസ് ടു ട്രോ ഡൗൺ വിത്ത് ദ ഫീറ്റ്, ടു ട്രാമ്പിൾ, ടു പുട്ട് യു ഫുട്ട് ഓൺ ദ നെക്ക്. അതായത് ഇവരുടെ ഒരു പരിപാടി, യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇവർ ശത്രുവിൻ്റെ കഴുത്തേൽ കാല് ചവിട്ടി വെച്ച് ഇവരുടെ അധീനതയിൽ കൊണ്ടുവരും. വളരെ നികൃഷ്ടമായിട്ട് യുദ്ധത്തിൽ തോൽപ്പിച്ച രാജാക്കന്മാർ റോഡിൽ കൂടെ വലിച്ചു കൊണ്ടുപോകും ഇവരുടെ ശക്തി. പക്ഷേ ഇവരുടെ ഈ ശക്തികളെല്ലാം ദാവീദ് രാജാവിൻ്റെ കാലമായപ്പോഴത്തേക്ക് ഇല്ലാതായി.
അത് തന്നെയാണ് ദുഷ്ടാത്മാക്കൾ നമ്മുടെ മക്കളുടെ പുറത്ത് മുഖം കയറ്റി വെച്ച്, നമ്മുടെ മക്കളുടെ കഴുത്തിൽ കാലി വെച്ചിട്ട് ഇപ്പോൾ ഞാൻ കാണിക്കാമെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ അമിതമായ ശക്തിയുള്ള വചനം എടുക്കണം, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മൾ പറഞ്ഞു ഈ സ്പിരിറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇനി ഭരിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ഗിർഗസറിൻ്റെ സ്പിരിറ്റും ഇതേപോലെ തന്നെ അവർക്കും ഇമ്മോറലാണ്. ദേ ആർ ഹൈലി ഇമ്മോറൽ സ്പിരിറ്റ് ഉള്ളവരാണ്. ഇവരെയൊക്കെ എടുത്തു മാറ്റാൻ കർത്താവ് പറയുന്നത് വചനം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ വാഴേണ്ട മക്കളാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ തൊഴുതു നിൽക്കേണ്ടവരല്ല. ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ഒരാളെ ബഹുമാനിക്കുന്നത് വേറൊരു കാര്യം. പക്ഷെ ഒരാൾ നമ്മുടെ കഴുത്തേൽ കാല് വെച്ചിട്ട് നിൽക്കാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു പദവി ദൈവം നമുക്ക് തന്നിരിക്കുക. പത്രോസിനകത്ത് പറയുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് തന്നെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ഒരു ജനം, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. ആരാ പിടിച്ചെടുത്ത്? നമ്മൾ ഈ കൂട്ടത്തിൽ പെടേണ്ടവരായിരുന്നു. ഈ ശത്രുവിൻ്റെ അടിമത്വത്തിൽ പോകേണ്ടവരായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴുത്തിൻ്റെ മേൽ അവൻ കാല് വെച്ച് എടുത്തു മാറ്റ് എന്ന് പറയുമ്പോൾ എടുത്തു മാറ്റുന്ന ദൈവശക്തിയാണ്. അഴിച്ചുവിട, ഒരു വാക്യം പറഞ്ഞാൽ മതി, അർത്ഥം അഴിച്ചുവിട. അധികാരത്തോടെ പറയുകയാണ്, മാറിപ്പോട്ടെ. ശത്രുവിനെ കണ്ടുപിടിച്ച് ഈ യൂറിയേൽ എന്ന് പറയുന്ന ദൈവദൂതനാണ് യുദ്ധത്തിൽ ജയമെടുക്കുന്നത്. ഗബ്രിയേൽ ദൂത് തരുന്നത്, മീഖായേൽ യുദ്ധം ആകാശമണ്ഡലത്തിൽ ചെയ്യുന്നത്, യൂറിയേൽ 7 ദൈവത്തിൻ്റെ ദൂതന്മാരുമാണ് കടന്നു വന്നിട്ട് ഇങ്ങനെയുള്ള ശത്രുക്കളെ അഴിച്ചു മാറ്റി നമുക്ക് ജയം തരുന്നത്. അപ്പം നമ്മൾ ദൈവദൂതന്മാർ നമുക്ക് സഹായിക്കാനുണ്ട് എന്ന് ഇബ്രായ ലേഖനം 1:14 പറയുന്നത്. അവർ നമുക്ക് സഹായിക്കാൻ, തൻ്റെ വിശുദ്ധന്മാർക്ക് സഹായിക്കാനുള്ള സേവകാത്മാക്കളല്ലയോ എന്ന് പറയുന്നു. പക്ഷെ സേവകാത്മാക്കൾക്ക് ദൂത് കൊടുക്കാനും ഓർഡർ കൊടുക്കാനും അറിയത്തില്ല നമ്മൾ പ്രാർത്ഥിച്ചിട്ടെന്ന്. അപ്പോൾ നമ്മൾ ഓർക്കണം, 10 പേര് കൂടുമ്പോൾ അതിനകത്ത് ഒരാൾക്ക് ഈ കൃപയുള്ളവരായിരിക്കും. ഒരു ചെറിയ പ്രെയർ ഗ്രൂപ്പ്സ് മെമ്പം ഈ 5-fold മിനിസ്ട്രി അവിടെ കാണണം, നിർബന്ധമാണ് ദൈവത്തിന്. ഇതൊന്നും ഇല്ലാതെ ഈ കാലത്തിൽ ഇത്രയും പുസ്തകങ്ങൾ, ഈ വേദപുസ്തകം നമ്മുടെ കയ്യിലുണ്ട്, വചനം പഠിച്ചിട്ടുള്ളവരാണ്, അങ്ങേയറ്റം ജോലിയുള്ളവരാണ്, കഴിവുള്ളവരാണ്. പക്ഷേ ഇതൊക്കെ സത്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയത് ആരെങ്കിലും വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വളരത്തില്ല. ഈ എഫെസ്യർക്ക് എഴുതിയതിനകത്ത് ഈ 4-ാം അധ്യായത്തിൽ ലീഡർഷിപ്പ്, നേതൃത്വത്തിൻ്റെ വരങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് 4:11 തൊട്ടുള്ള വാക്യമാണ്. അതെടുത്ത് ഉപയോഗിക്കണം. അവർ ചിലരെ, അവൻ ദൈവം തമ്പുരാൻ ചിലരെ അപ്പോസ്തലന്മാരും, യേശുക്രിസ്തു പോലും അപ്പോസ്തലനാണെന്നാണ്, ആ പേര് തന്നെയാണ് നമുക്ക് ദൈവം തമ്പുരാൻ തരുന്നത്. ചിലരെ അപ്പോസ്തലന്മാരും, ചിലരെ പ്രവാചകന്മാരും, ചിലരെ സുവിശേഷന്മാരും, ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും നിറഞ്ഞ പുരുഷത്വം ക്രിസ്തുവിൻ്റെ സമ്പൂർണമായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കാകുന്നു. ആത്മീയ വർധന, ഇതെല്ലാം സ്പിരിച്വലമാണ് ഞാൻ സ്പീക്ക് ചെയ്യുന്നത്. ആത്മീയ വർധനയ്ക്ക് ഈ 5-fold മിനിസ്ട്രി ഏതൊരു ചെറിയ ഗ്രൂപ്പിലും ഉണ്ടായിരിക്കണം. അതെന്തിനാ? അടുത്ത തലമുറയെ സേവ് ചെയ്യാൻ, അല്ലാതെ ഈ ലോകം മുഴുവൻ കാണിക്കാൻ. ആദ്യ തലമുറയെ സേവ് ചെയ്യാം, നമ്മളെ സേവ് ചെയ്യാം. എത്ര ചെറുപ്പക്കാർ പള്ളി വരുന്നുണ്ട്, എത്ര ചെറുപ്പക്കാർ വചനം എടുക്കുന്നുണ്ട്, എത്ര ചെറുപ്പക്കാരുടെ കയ്യിൽ വേദപുസ്തകമുണ്ട്, എത്ര പ്രായമുള്ളവരുടെ കയ്യിൽ വേദപുസ്തകമുണ്ട്. ഒരു സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞാൽ പറയാൻ എത്ര പേർക്ക് അറിയത്തില്ല. കാരണം ഇത് മെഡിറ്റേറ്റ് ചെയ്യുന്നില്ലല്ലോ. അതൊന്നും എനിക്ക് ആവശ്യമില്ല. അവിടെയുള്ള മുമ്പിൽ നിൽക്കുന്ന പുരോഹിതനോ അല്ലെങ്കിൽ പാസ്റ്ററോ പറഞ്ഞോട്ടെ എന്നല്ല ദൈവം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ചിലരെ പ്രവാചകന്മാർ, ചിലരെ സുവിശേഷന്മാർ, ചിലരെ ഇടയന്മാർ, ഉപദേഷ്ടന്മാരായിട്ട് നിയമിച്ചിരിക്കുന്നു, ചിലരെ അപ്പോസ്തലന്മാർ. ഇതൊക്കെ ദൈവമാണ് നിയോഗിക്കുന്നത്. ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ജ്ഞാനമില്ലാത്തവരായിട്ടും പരിജ്ഞാനമില്ലാത്തവരായിട്ടും നിന്നേച്ച് ഈ ദൈവത്തിനെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അവിടെ ഇവിടെ ഓടി നടക്കാതെ നിൽക്കുന്നിടത്ത് നിന്ന് വചനം ശക്തമായിട്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ആത്മബലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ നമ്മുടെ നിഴലിന് പോലും ശക്തിയുണ്ട്. എലീശ പ്രവാചകൻ, പഴയ നിയമം, എലീശ പ്രവാചകൻ്റെ അസ്ഥികൾ കിടന്നിട്ട് വർഷം 1 കഴിഞ്ഞിട്ട് ആരെയോ കൊണ്ടിട്ടപ്പോൾ അവൻ എഴുന്നേറ്റ് നിൽക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അവിടെ ഏതായാലും കർത്താവിൻ്റെ കല്ലറയുടെ അവിടെ യേശു ഇല്ല.
അവൻ ആത്മാവിലായിട്ട് സ്വർഗത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് തൻ്റെ രക്തം ഒഴിച്ചിട്ട് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നുവെന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുവെങ്കിൽ അവൻ്റെ കൂടെ വലതുഭാഗത്ത് ഇരിക്കാൻ നമ്മളെ വെച്ചിരിക്കുകയാണ്. പക്ഷേ അറിവില്ലാത്തവരെ കയറ്റിയിരുത്താൻ ഒക്കുമോ? എനിക്ക് മന്ത്രിയായിരുന്നവൻ ആര്? എനിക്ക് ആലോചന പറഞ്ഞു തന്നവൻ ആര്? ദൈവം ചോദിക്കുകയാണ്. ഒരു വിഷയം എടുക്കുമ്പോൾ, ഒരു പ്രശ്നം എടുക്കുമ്പോൾ പലപ്പോഴും കർത്താവ് നമ്മളോട് ചോദിക്കുക അതിനെന്താണ് ഉത്തരം വേണ്ടതെന്ന്. കാരണം നമ്മൾ പറയണം, എന്നോട് വാദിക്കേ, എന്നോട് ഓർപ്പിക്കേ. ദൈവം പറയുന്നുണ്ട്. അത് പറയണമെങ്കിൽ വചനം അറിയണമല്ലോ, ഏത് തലത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന അറിയണമല്ലോ. അപ്പം അജ്ഞത ദൈവം ഒരിക്കലും, അതായത് ഇഗ്നറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അതൊക്കെ ആ കാലം പോയി, ആ കാലം എന്നേ പോയി. നമ്മൾ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി. ഇപ്പം ഞാനീ പറയുമ്പം ഈ 5 ഫോൾഡ് മിനിസ്ട്രി, അതായത് നേതൃത്വ വരങ്ങൾ, നമ്മൾ ഫലങ്ങൾ ദൈവം തന്നിരിക്കുന്നത് എടുത്തുപയോഗിക്കാൻ കഴിവുള്ള പലരും ചെറിയ ഗ്രൂപ്പിലുണ്ട്. ഒരു 4-5 പേര് ഏതൊരു ചർച്ചിൻ്റെയും ബലം ആ സ്മോൾ ഗ്രൂപ്പാണ്. അതിലവർ ഓപ്പറേറ്റ് ചെയ്ത് ആ ഭവനത്തിലെ ബലഹീനതകൾ കണ്ടുപിടിച്ച് അത് അഴിച്ചു കൊടുക്കുമ്പോൾ അവർ വിടുതലാകും. അവരാണ് സ്വാതന്ത്ര്യവും സന്തോഷവും വരുന്നത്. അവിടെയാണ് ഈ ജയത്തിൻ്റെ ഘോഷം ക്രിസ്ത്യാനികളുടെ ഭവനങ്ങളിൽ കേട്ടിട്ട് കാലങ്ങൾ കുറേ ആയില്ലേ. ജയഘോഷത്തിൻ്റെ ആരവം എന്നും തരാൻ ദൈവം ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഈ പത്രോസിനോട് യേശുക്രിസ്തു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പത്രോസിനോട് ശിഷ്യന്മാരോട്, ഞാൻ ആരെന്ന് മറ്റുള്ളവർ പറയുന്നു. അപ്പോൾ അവർ പറയുന്നത് പ്രവാചകനാണ്, അതാണ് മറ്റു ഒരു പ്രവാചകൻ, അതായത് പ്രവാചകൻ മോശ പറഞ്ഞു ദൈവം ഒരു പ്രവാചകനെ വിടുന്നു. പക്ഷേ പത്രോസിനോടും ശിഷ്യൻ നേരിട്ട് നിങ്ങൾ ഞാൻ ആരെന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ജ്ഞാനം തന്നിച്ച് പറഞ്ഞു, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പുത്രനാണ് നീ എന്ന് പത്രോസ് പറഞ്ഞു. ഉടനെ യേശു സന്തോഷിച്ച് യേശു പറഞ്ഞു, ജഡരക്തങ്ങളല്ലിത് പറഞ്ഞത്, ഈ അറിവിന്മേൽ ഈ ആത്മാവിന്മേൽ ഞാൻ, അതായത് പരിശുദ്ധാത്മാവ്, ഞാൻ എൻ്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെതിരായിട്ട് നിൽക്കത്തില്ല. അപ്പോൾ അറിവ് പ്രാപിച്ചെടുക്കണം യേശുവിൻ്റെ കൂടെ ഇരുന്ന്. ഈസ് വില്ലിങ് ടു ടീച്ച്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ മക്കൾ നീതിമാന്മാരുടെ സന്തതി നീതികേടിലേക്ക് പോകാതിരിക്കാൻ ദുഷ്ടൻ്റെ ചെങ്കോല് നീതിമാന്മാരുടെ ഭവനത്തിൽ നിൽക്കത്തില്ല. ഞങ്ങളത് ഏറ്റെടുക്കുക അപ്പച്ച. ദൈവത്തിൻ്റെ ഭവനമായിട്ട് ഞങ്ങൾ നമ്മുടെ ഭവനങ്ങളാക്കി. ഞങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവിന് ഏറ്റക്കുറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി കുറഞ്ഞോ കൂടിയോ ഇരിക്കും, പക്ഷേ പരിശുദ്ധാത്മാവ് അങ്ങനെയെങ്കിൽ അടുത്ത തലമുറയിലേക്ക് നിൻ്റെ ആത്മാവ് പകർന്നേ ഒക്കത്തുള്ളൂ. കർത്താവിൻ്റെ ആത്മാവ് ചെന്നിട്ട് ശത്രുവിൻ്റെ ഈ തന്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി, ഏത് സ്പിരിറ്റാണേലും അവർ, ഏത് നുഖമാണ് അവരുടെ കഴുത്തേ ഇരിക്കുന്നത് അതിനെ വെട്ടിമാറ്റി കൊടുക്കുക. ഏത് ജബൂസൈറ്റ് സ്പിരിറ്റാണിരിക്കുക അഴിഞ്ഞു പോയേ ഒക്കത്തുള്ളൂ. കർത്താവിൻ്റെ നാമത്തിൽ അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നള്ളി വന്നിട്ട് ശത്രുവിൻ്റെ തന്ത്രങ്ങൾ അഴിഞ്ഞു പോകുന്നു. ഈ സമയത്ത് അഴിഞ്ഞു പോകുന്നു. വചനം ഏതെല്ലാം ഭവനത്തിൽ ചെല്ലുന്നോ അവിടെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കുകയാണ്. അഴിഞ്ഞു പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകുന്നു. പരിജ്ഞാനമുള്ളവർ, ദൈവത്തിൻ്റെ ജ്ഞാനം പഠിപ്പിക്കാതെ എങ്ങനെ വെക്കുന്ന അപ്പച്ച വചനമെടുത്ത് കർത്താവ് ഈ 5 ഫോൾഡ് മിനിസ്ട്രി, ചിലരൊക്കെ ദൈവത്തിൻ്റെ വരങ്ങളാണ് കൊടുത്തത്, ചിലർക്ക് ഫലങ്ങളാണ് ചിലരിൽ. അത് ഏതെങ്കിലുമൊക്കെ പ്രവർത്തിക്കാതെ നീയാവുന്ന മുന്തിരിയിലേക്ക് ഞങ്ങളെ കെട്ടിവെച്ചിട്ട് ഒന്നും ചെയ്യാത്തവരായിട്ട് ചുമ്മാ അത് കയ്യും വീശി നടക്കാതെ സത്യവേദ പുസ്തകം കയ്യിലെടുത്ത് ആ വചനത്തിൻ്റെ ആത്മാവിൽ ഒരു വചനമെങ്കിലും ഒന്നെങ്കിലും എടുത്തിട്ട് അതിൽ ബലപ്പെട്ട് നിൽക്കാനുള്ള കൃപ തരണം. ദിനംപ്രതി നീ ഞങ്ങളോട് സംസാരിക്കും. ഇന്നലത്തെ മന്ന അല്ലല്ലോ ഇന്ന് അയച്ചത്. ഈ മന്ന ഞങ്ങൾക്കിന്ന് പ്രയോജനമാകട്ടെ. അനേക കുടുംബങ്ങൾക്ക് ഇതൊരു വിടുതലാക്കി കൊടുക്കുന്നതിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേറ്റെടുത്തതിന് സ്തോത്രം. ഞങ്ങളുടെ തലമുറകൾ സന്തോഷത്തോടെ ആർഭാടത്തോടെ വിടുതൽ കിട്ടിയവരെ പോലെ കൈ ഉയർത്തി സന്തോഷത്തോടെ കുടുംബമായിട്ട് തിരിച്ചു കയറി വരുമ്പോൾ ഈ ദൈവം എത്ര വലിയവനെന്ന് വിളിച്ചു പറയാൻ തക്കണം ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നാഥൻ വിശ്വസ്തൻ തന്നെ. അവിടുന്ന് പറഞ്ഞത് അവിടുത്തെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാൻ ഈ ദുഷ്ട സ്പിരിറ്റുകളെല്ലാം പുറത്തു കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്ത് വെളിച്ചത്ത് കൊണ്ടുവന്ന് ശത്രുവിനെ ഇല്ലാതാക്കിയതിന് നന്ദിയോടെ സ്തോത്രം. രവചനം അയക്കുന്നു, കർത്താവിൻ്റെ തൂവൽ കൊണ്ട് മക്കളെ പൊതിയുന്നു, നേർവഴിക്ക് കൊണ്ടുവരാൻ ദൂതന്മാരെ അയച്ചിരിക്കുന്നു, അവർ തിരിച്ചു കടന്നു വരുന്നു. നാഥൻ ചെയ്തിരിക്കുന്ന ഈ വലിയ നന്മയ്ക്ക് നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ.